മാസപ്പടി കേസിലെ SFIO കുറ്റപത്രത്തിന്റെ രേഖകൾ ഇഡിക്ക് നൽകരുതെന്ന് CMRL. വീണയും CMRLും തമ്മിലുണ്ടാക്കിയ 2016 കരാർ രേഖകൾ ഉൾപ്പെടെയാണ് ഇഡി ആവശ്യപ്പെട്ടത്. രേഖകൾ ആവശ്യപ്പെട്ട ഇഡി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം വാദം കേൾക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ നിർണായകമാണ്. കാരണം SFIയുടെ അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഇഡിക്ക് നൽകണമെന്നുള്ളത്. ഇപ്പോൾ എന്താണ് ഇതിലുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, ഈ കേസുമായി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം SFIO കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അനുബന്ധമായി നിരവധി രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെയും അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ രേഖകളൊന്നും തന്നെ ഇഡിക്ക് നൽകരുതെന്നാണ് CMRLന്റെ ആവശ്യം. പ്രത്യേകിച്ച് CMRLുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, CMRLന്റെ അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. മാത്രമല്ല, CMRLും എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള കരാറുകളുണ്ട്. 2016 പിന്നീട് 2017 കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കരാറുകളുടെ പകർപ്പുകൾ നൽകണം. ഒപ്പം തന്നെ വീണയുടെ IT റിട്ടേൺസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതും SFIO ശേഖരിച്ചിരുന്നു. ആ വിവരങ്ങളുടെ പകർപ്പുകൾ, അതിൻ്റെ രേഖകളുടെ പകർപ്പുകൾ എന്നിവയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും കോടതിയിൽ അപേക്ഷ നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ രേഖകൾ ഒന്നും തന്നെ ഇഡിക്ക് നൽകരുത്. പ്രത്യേകിച്ച് തങ്ങളുടെ തടസ്സവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കോടതികൾ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് CMRLുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകരുത് എന്നൊരു വാദമാണ് പ്രധാനമായും CMRL ഉന്നയിച്ചത്. എന്നാൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ രേഖകൾ ആവശ്യമാണ് എന്നും ഇത് കേന്ദ്രീകരിച്ച് വേണം ചോദ്യം ചെയ്യലുകൾ അടക്കം നടത്താൻ എന്നുമുള്ള വാദമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ, വീണയുടെ അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സംബന്ധിച്ചെല്ലാം തന്നെ ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഏറ്റവും നിർണായകവുമാണ്. നേരത്തെ SFIO ഈ കേസിൽ വ്യാപകമായ റെയ്ഡുകൾ നടത്തിയിരുന്നു. വ്യാപകമായി തന്നെ നിരവധി രേഖകൾ കണ്ടെടുക്കുകയും പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തു. അത്തരത്തിൽ പിടിച്ചെടുത്ത റെയ്ഡിൽ കണ്ടെടുത്ത രേഖകളിൽ ഉൾപ്പെട്ടതാണ് SFIO അനുബന്ധ രേഖകളായി കോടതിയിൽ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് രണ്ട് ഭാഗങ്ങളുടെയും വാദം, പ്രത്യേകിച്ച് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി അന്തിമമായ വിധി ഇന്ന് തന്നെ പ്രസ്താവിച്ചേക്കും. ശരി ജിജീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും CMRL വിരളി പൂണ്ടി നടക്കുകയാണ്. കാരണം SFIO ആണ് ഈ കേസിൽ നിർണായക കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. SFIയുടെ കയ്യിലുള്ളത് 160-ലധികം രേഖകളാണ്. ഇതെല്ലാം ഇഡിക്ക് കൈമാറണമെന്നാണ് കോടതിയിൽ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കൈമാറരുത് എന്നാണ് CMRL ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എന്ത് സംഭവിക്കും, എന്ത് വേണമെങ്കിലും സംഭവിക്കാം.